ഇപ്പൊ ഇലയുടെയും മരങ്ങളുടെയും എല്ലാം അഴുകിയ പാർട്ടും എല്ലാം വീഴുമ്പോൾ സാധാരണയായി അതിൽ കാർബണിന്റെ അംശം കാണും. അപ്പൊ ഇത് നമ്മൾ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മേൽമണ്ണാണ് ഇടുന്നത്. നമസ്കാരം, എല്ലാവർക്കും ആരോഗ്യപ്പച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം സിറ്റിയിൽ, അതേപോലെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ, സ്ഥലക്കുറവുള്ളവർ, സമയക്കുറവുള്ളവർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു കൃഷി രീതിയാണ്. അപ്പോൾ അതിന് നമ്മൾ പല രീതികൾ കാണിക്കുന്നുണ്ട്. ഗ്രോ ബാഗിൽ എങ്ങനെ മണ്ണ് നിറയ്ക്കാം, വെർട്ടിക്കൽ ഗാർഡൻ, അതേപോലെ തിരിനന, മണ്ണില്ലാ കൃഷി, ഇതെല്ലാം ആയിരിക്കും അതിന്റെ വിഷയം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രോ ബാഗിൽ എങ്ങനെ മണ്ണ് നിറയ്ക്കാം എന്നുള്ളതാണ്. ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു വിത്ത് പൊട്ടി വീണ് മുളയ്ക്കുന്നതിന് നമ്മൾക്ക് പ്രത്യേക ഒരു പരിചരണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അതിന്റെ ഇഷ്ടമനുസരിച്ച് ഇഷ്ടമുള്ള സാഹചര്യത്തിൽ വളരും. പക്ഷെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള വിത്ത് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ഒരു പരിമിതമായ ഗ്രോ ബാഗിൽ വളർത്തിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകമായ ചില അടുക്കും ചിട്ടകളും ഒക്കെ ഉണ്ട്. അപ്പൊ ആ അടുക്കും ചിട്ടകളും എല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് നേരിൽ തന്നെ കാണാം. ഇന്ന് എന്നോടൊപ്പം എൻ്റെ മകൾ ദേവിപ്രിയയും കൂടെയുണ്ട്. ഒരു സമ്മിശ്ര കൃഷിയിൽ കുടുംബത്തിന്റെ പങ്കാളിത്തം വളരെ വലുതാണ്. എൻ്റെ മക്കളും ഹസ്ബൻഡും എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗ്രോ ബാഗിൽ എങ്ങനെ മണ്ണ് നിറയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ: മേൽമണ്ണ്, ഉമി, മണൽ, വേപ്പിൻ പിണ്ണാക്ക്, ചകിരിച്ചോറ്, ചാരം, സമ്പുഷ്ട, സ്യൂഡോമോണസ്, കുമ്മായം, എല്ലുപൊടി, കപ്പലണ്ടി പിണ്ണാക്ക്, കരിയില, വാം. ഇത്രയുമാണ് വേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് മേൽമണ്ണാണ്. നമ്മൾ വാരിയിട്. അപ്പോൾ ഈ മേൽമണ്ണിൽ കാർബണിന്റെ അംശം വളരെ അത്യാവശ്യമാണ്. അതായത് ചെടികളും മരങ്ങളും നിൽക്കുന്ന സ്ഥലത്താണ് കാർബൺ കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ ഇലയുടെയും മരങ്ങളുടെയും എല്ലാം അഴുകിയ പാർട്ടും എല്ലാം വീഴുമ്പോൾ സാധാരണയായി അതിൽ കാർബണിന്റെ അംശം കാണും. അപ്പൊ ഇത് നമ്മൾ ഒരു ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മേൽമണ്ണാണ് ഇടുന്നത്. ഇവിടുത്തെ മണ്ണ് എല്ലായ്പ്പോഴത്തെയും പോലെ നല്ല കളറുള്ള മണ്ണാണ്. മൊത്തത്തിൽ ഇഞ്ഞെടുത്ത് തട്ടിയേരെ. അപ്പം ആദ്യമായിട്ട് നമ്മൾ മണ്ണാണ് ഇട്ടത്, മേൽമണ്ണ്. ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണാണ് നമ്മൾ ഇട്ടത്. ഇനി വേണ്ടത് ഒരു ഗ്രോ ബാഗിന് 40 ഗ്രാം കുമ്മായമാണ്. നമ്മൾ കുമ്മായം ഇടുന്നത് പല ഗുണങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി പറയാണ്, കുമ്മായം ഇടുന്നത് മണ്ണിന്റെ pH ലെവൽ ചെയ്യാൻ വേണം. നമ്മൾ അതിന് 2 സ്പൂൺ ഇടുമ്പോഴത്തേക്ക് ഏകദേശം 40 ഗ്രാം കുമ്മായമായി. ഇളക്കിക്കോ, പൊടി പറക്കാതെ ഇളക്കിക്കോ. കുമ്മായം ഇടുന്നത് മണ്ണിന്റെ pH ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കുമ്മായം ഇട്ടാൽ മാത്രമേ നമുക്ക് അതിലുള്ള മറ്റുള്ള വളങ്ങൾ ചേർക്കുമ്പോൾ അതെല്ലാം ചെടിക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് കുമ്മായം ചേർക്കുന്നത്. കുമ്മായം ചേർത്ത് 7 ദിവസം ഇട്ടിരിക്കണം. ഈ കുമ്മായത്തിന്റെ മറ്റുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ അതിന് കാൽസ്യം ഉണ്ട്, അതേപോലെ തന്നെ മണ്ണിലുള്ള ചിലതരം കീടങ്ങളെ എല്ലാം മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെ പല ഉപയോഗങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത്. ഇപ്പൊ നമ്മൾ കുമ്മായം എല്ലാം ഇട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞ് ഇനി കുമ്മായവും മണ്ണും കൂടെ തമ്മിൽ ചേരുന്നതിന് വേണ്ടി കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ച് ഇതിനെ ഒന്ന് മയപ്പെടുത്തി എടുക്കണം. നേരെ ഒന്ന് ഇളക്കിക്കോ. നമ്മൾ കൃഷിയിൽ കുട്ടികളെയൊക്കെ പങ്കെടുപ്പിക്കുമ്പോൾ അവർക്ക് ഒരു മാനസിക ഉല്ലാസവും കൃഷിയിലൂടെ നല്ല ഒരു ഇൻട്രസ്റ്റും വരും. അപ്പൊ അത് വളരെ നല്ലതാണ്. ഭാവി തലമുറയിൽ കൃഷിയിൽ കുട്ടികളും ഉൾപ്പെടും, അവർക്കും ഇതിൽ താല്പര്യം കാണും. അതുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ മകളെ കൂടി കൊണ്ടുവന്നത്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞ് ഇതാണ്ട നല്ല നനവായിട്ടുണ്ട്. ഇങ്ങനെ പുട്ടിന്റെ പരുവം തന്നെയാണ് ഇതിന് നല്ലത്. ഇത് ഒരാഴ്ച മുതൽ 10 ദിവസം വരെ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ ഈ മണ്ണിന്റെ pH എല്ലാം മാറി കുമ്മായത്തിന്റെ ചൂട് മാറി റെഡിയായി ഇരിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ റെഡിയായ മണ്ണ് 7 ദിവസത്തിന് മുന്നേ നമ്മൾ റെഡിയാക്കി വെച്ച മണ്ണ് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് മാറ്റിക്കോ. അങ്ങനെ മാറ്റി വെച്ച ഒരു മിക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ മാറ്റിക്കണം. അപ്പൊ ഇത് അങ്ങനെ മാറ്റി വെച്ച് ഒരാഴ്ചക്ക് മുന്നേ നമ്മൾ മാറ്റി വെച്ച മണ്ണാണ്. ഇതിൽ കുമ്മായം എല്ലാം ചേർത്ത് റെഡിയാക്കിയതാണ്. ഇനി നമ്മൾ ഈ ബാക്കിയുള്ള സാധനങ്ങൾ എങ്ങനെയെല്ലാം ചേർക്കാമെന്ന് നോക്കാം. പിടിച്ചോ.
ഇനി ചേർക്കേണ്ടത് മണലാണ്. നിങ്ങൾക്ക് മണൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മഴ പെയ്ത് ഒലിച്ചു വരുന്ന മണ്ണ് കാണും. ഇപ്പൊ എല്ലാ സ്ഥലത്തും മഴവെള്ളം വരുമ്പോഴത്തേക്ക് എല്ലാം തുറന്നിപ്പോൾ കളയുകയാണ് ചെയ്യുന്നത്. അത് വളരെ തെറ്റായ ഒരു സംഭവമാണ്. കാരണം മഴവെള്ളം പരമാവധി നമ്മുടെ പുരയിടത്തിൽ കയറ്റണം. എന്നാൽ മാത്രമേ വെള്ളവും എല്ലാം നമുക്ക് ധാരാളം കിട്ടുകയുള്ളൂ. ഉണക്ക് കാലത്ത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം കിട്ടണമെങ്കിൽ പെയ്യുന്ന മഴവെള്ളം മൊത്തം നമ്മൾ ശേഖരിച്ച് നമ്മുടെ മണ്ണിൽ തന്നെ ഇറക്കണം. അപ്പൊ അങ്ങനെ ഇറക്കുമ്പോൾ മണൽ മണ്ണ് കൂടെ കിട്ടും. അപ്പൊ ഇത് അങ്ങനെ ഒലിച്ചു വന്ന മണൽ മണ്ണാണ്, യഥാർത്ഥ മണലല്ല. മഴയത്ത് ഒലിച്ചു വന്ന, നമ്മുടെ പുരയിടത്തിൽ ഒലിച്ചു വന്ന മണലാണ് ഈ കാണുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇത് മണ്ണ്, നമ്മുടെ മേൽമണ്ണ് ഒന്നിളക്കിക്കോ. മണ്ണിന് നല്ല ഇറുക്കം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയും നല്ല വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ട് മണൽ ചേർക്കുന്നത് നല്ലതാണ്. ഈ മണൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ ചകിരിച്ചോറ് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. അപ്പൊ അതിന് പകരം നമുക്ക് മണൽ ചേർക്കാം. ഇപ്പോൾ നമ്മൾ മണലിട്ട് കഴിഞ്ഞു. ഈ മണ്ണ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഈ മണ്ണ് ഒരാഴ്ച കുമ്മായം ഇട്ട് വെച്ചിരുന്ന മണ്ണാണ്. ആ മണ്ണിലാണ് നമ്മൾ ഈ മണൽ ചേർക്കുന്നത്. മണ്ണ് ഒരു ചട്ടി, കുമ്മായം 2 സ്പൂൺ, അതായത് 40 ഗ്രാം, മണല് അരച്ചട്ടി. എത്ര മണ്ണ് ചേർക്കുന്നോ അതിന്റെ പകുതി മണല്. ഇനി ചേർക്കുന്നത് ഉമിയാണ്. ഉമി നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നെല്ല് പോലും ഇപ്പൊ കാണാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പൊ ഉമി അഥവാ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സാധനം ചേർക്കാം. ഇപ്പൊ ഉമി, ഇത് നെല്ല് കുത്തിയെടുത്ത ഉമിയാണ്. ഇത് 100 ഗ്രാം നമുക്ക് ചേർക്കാം. ഉമി ചേർക്കുന്നത് മണ്ണില് സിലിക്കയുടെ അംശം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഉമി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ വൈക്കോല് ചേർക്കാം. ഇനി വൈക്കോലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മുളയുടെ ഇലയാണ്. ഇത് കരിഞ്ഞ മുളയുടെ ഇലയാണ്. ഇതിലും സിലിക്കയുണ്ട്. ഇത് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ഇത് ചേർത്ത്, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കാർബണിന് പകരമുള്ള വളരെയധികം കാർബൺ ഉള്ള മണ്ണാണെങ്കിൽ ഈ ചാരത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാനിവിടെ കുറച്ച്, ഇത് മഴ പെയ്ത് നനഞ്ഞു പോയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ചാമ്പലാണ്. അപ്പൊ അതിന് കുറച്ച് ഭാഗം, അതായത് ഒരു 100 ഗ്രാം ചാമ്പലാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ചാരത്തിന് പകരം ഉള്ള സാധനമാണ്. നന്നായിട്ട് ഇളകി. ഇനി വേണ്ടത് ചകിരിച്ചോറാണ്. നമ്മൾ മണൽ ചേർക്കുകയാണെങ്കിൽ ചകിരിച്ചോറിന്റെ ആവശ്യമില്ല. എന്നാൽ തന്നെയും മണ്ണിനൊരു ഇളക്കം കിട്ടുന്നതിനും വേരിന്റെ ഒരു സുഗമമായ സഞ്ചാരത്തിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച്, അതായത് ഒരു 100 ഗ്രാം അത്രയും ആവശ്യമുള്ളൂ. കാരണം മണല്, അതേപോലെ ഉമി, ഇതെല്ലാം ചേർക്കുന്നത് കൊണ്ട് ഒരു 100 ഗ്രാം ചകിരിച്ചോറ് അതിന്റെ ആവശ്യമേ ഉള്ളൂ. ചകിരിച്ചോറ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മണല് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വായു സഞ്ചാരം നന്നായിട്ട് കിട്ടും. പിന്നെ ഇത് കൂടുതൽ ജലാംശം പിടിച്ചു നിർത്തുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ജലാംശത്തിന്റെ ആവശ്യം കൂടുതലില്ല. അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ജലാംശം മതി. ഇപ്പൊ ഈ ചകിരിച്ചോറ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇപ്പൊ പലരും കൃഷി ചെയ്യുമ്പോൾ ചകിരിച്ചോറ് കിട്ടിയില്ലെന്നും പറഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒഴുകി വരുന്ന വെള്ളം, അതിൽ വരുന്ന മണല്, നമ്മുടെ പുരയിടത്തിൽ ഒഴുകി വരുന്ന വെള്ളത്തിൽ മണൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ മണ്ണിന്റെ ആവശ്യമേ നിങ്ങൾക്കുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ കുറച്ച് ഒരു 100 ഗ്രാം ചകിരിച്ചോറ് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഈ ചെടിയിൽ, അതായത് ഗ്രോ ബാഗിൽ നമ്മൾ കൊടുക്കുന്ന വളവും മറ്റുള്ള മൂലകങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ പോഷക ഗുണങ്ങളും ചേർന്ന ഒരു കൂട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് വെറുതെ മണ്ണ് മാത്രം നിറച്ച് വെച്ചത് കൊണ്ട് ചെടി വളരത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. മണ്ണിലാകുമ്പോൾ പല മൂലകങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് മാത്രമേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഈ മണ്ണിൽ രോഗാണുക്കളും മറ്റ് കീടങ്ങളും ഒന്നും മുട്ടയിട്ട് താമസിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വേപ്പിൻ പിണ്ണാക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതൊരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കുണ്ട്. അടുത്തതായിട്ട് കപ്പലണ്ടി പിണ്ണാക്കാണ്. ചെടിയുടെ നല്ല വളർച്ചയ്ക്ക് 100 ഗ്രാം കപ്പലണ്ടി പിണ്ണാക്കും അത്യാവശ്യമാണ്. ഇനി വേണ്ടത് എല്ലുപൊടിയാണ്. ഇത് 100 ഗ്രാം ആണ് വേണ്ടത്. ഇതിപ്പോൾ 100 ഗ്രാമിൽ കൂടുതലുണ്ട്. അപ്പം നമുക്കൊരു 100 ഗ്രാം മതി. അടുത്തത് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ചെയ്ത സമ്പുഷ്ടയാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എടുത്ത് നോക്കാം. അപ്പോൾ അതിൽ രണ്ടാമത് ചെയ്ത സമ്പുഷ്ടയാണ് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്നത്. ഏറ്റവും നല്ല വളം സമ്പുഷ്ട തന്നെയാണ്. അതിന് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. എങ്കിലും
നിങ്ങൾക്ക് അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചേർക്കാം. ഈ വളവും മണ്ണ് ചേർത്തത് എത്രയാണോ അത്രയും അളവിൽ തന്നെ നമുക്ക് സമ്പുഷ്ടയും ചേർക്കാം. ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ ഇളക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് ഇത് ഗ്രോ ബാഗിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. ഗ്രോ ബാഗിനെടുത്തോ. ഗ്രോ ബാഗ് എടുത്തിട്ട് ഇതിൻ്റെ അറ്റം നന്നായിട്ടൊന്ന് മടക്കണം. കാരണം ഇത് നല്ല ഷേപ്പിൽ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രോ ബാഗിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് മടക്കുന്നത്. നന്നായിട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കും. ഇതൊന്ന് മാറ്റിക്കാണ്. ഇപ്പം നല്ല ഷേപ്പിലിരിക്കും. അത് മാത്രമല്ല നമുക്ക് വെള്ളം ഒഴിക്കാനും എല്ലാം സൗകര്യമാണ്. വളവും വെള്ളവും എല്ലാം ഒഴിക്കാൻ പറ്റിയ ഒരു രീതിയിൽ ഒരു ചട്ടിയുടെ ആകൃതിയിൽ വന്നു കഴിഞ്ഞു. അതിനാണ് ഈ അറ്റം ഇങ്ങനെ മടക്കുന്നത്. ഇനി നമുക്കിതിൽ ഇതിൻ്റെ ഈ ഫില്ലിങ് നിറക്കാം. പിടിച്ചു എല്ലാ വളവും ചേർന്ന ഒരു കൂട്ടാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് മഴ സമയത്ത് നമ്മൾ ഉണ്ടാക്കി മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ ഗുണങ്ങളും പോവും. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മഴമറ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ നെറ്റ് വെച്ചതിന് ശേഷം വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൂട്ട് നമ്മൾ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അമുക്കി കൊടുക്കണം. കാരണം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വാർന്നങ്ങ് പോകും. അതിൻ്റെ വളക്കൂട്ടെല്ലാം പോകും. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ഞെരുക്കി കൊടുക്കേണ്ടത്. മണ്ണ് ലൂസായി കഴിഞ്ഞാൽ അതേപോലെ വെള്ളം അങ്ങ് പോകും. ഇതിൽ ഇപ്പോൾ ഒരു 2 മടക്കിന് ഞാൻ ഗ്രോ ബാഗ് മടക്കിയിട്ടുണ്ട്. ഒരു തക്കാളി പോലെയുള്ള ചെടിയാണ്, തക്കാളിയല്ല ഏത് ചെടിയായാലും ശരി തന്നെ, നമ്മൾ രണ്ടാമത് ഈ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് മണ്ണ് കൂട്ടി കൊടുക്കുമ്പോൾ ചെടി ഒന്നുകൂടി വളരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അര ഗ്രോ ബാഗ് മണ്ണാണ് ഞാനിവിടെ നിറച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രോ ബാഗിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞു. ഇനി വേണ്ടത് ചെറിയൊരു കുഴി, മധ്യഭാഗത്തായിട്ട് ചെറിയൊരു കുഴി എടുക്കുക എന്നുള്ളതാണ്. വേറൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഇപ്പം ചെയ്തതാണ്. നിങ്ങൾ ഇതേ കണക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 3 ദിവസം ഇത് സൂക്ഷിച്ചു വെക്കണം. കാരണം മണ്ണും വളങ്ങളും എല്ലാം മിക്സായി ഇത് ഒരു വിഘടിച്ച് ഇരിക്കേണ്ട ഒരു സമയമാണ് 3 ദിവസം. ആ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൈ നടാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാനിത് നേരിട്ട് നട്ട് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ചെയ്യേണ്ടത് 3 ദിവസം കഴിഞ്ഞിട്ട് നടുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം ഇനി ഒരു ചെറിയ കുഴി നമുക്ക് എടുക്കാം. ഈ കുഴിയിലാണ് നമ്മൾ ചെടി നടേണ്ടത്. ചെറിയൊരു കുഴിയെടുത്ത് ഇനി ഇടേണ്ടത് വാമാണ്. വാമിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വേറെ ഒന്നും പറയുന്നില്ല. ഇതിന് മാത്രമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംശയമുള്ളവർക്ക് ആ വീഡിയോ എല്ലായിടത്തും നോക്കാം. ഇപ്പോൾ വാം നമ്മൾ നിരത്തിയിട്ട് ഈ വേരിൻ്റെ എല്ലാ അറ്റവും വരുന്ന ഭാഗത്തെല്ലാം വാം ഇട്ട് കഴിഞ്ഞ് ഇനി വേണ്ടത്, ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഒരു ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ്. അതിനെ നമുക്ക് പുറത്തെടുക്കാം. മൂട്ടിൽ ഞെക്കി വിരലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തൈ പെട്ടെന്ന് നമുക്കെടുത്ത് വെളിയിൽ കൊണ്ടുവരാൻ നോക്കും. അപ്പം ഇതിനെയാണ് ഞാൻ നടുന്നത്. ഇപ്പം നമ്മൾ വാമെല്ലാം ഇട്ട് കുഴിയെടുത്ത് അതിനകത്തോട്ട് ഈ തൈ ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം മണ്ണിട്ട് മൂടിക്കൊടുക്കാം. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 3 ദിവസം മുന്നേ നമ്മൾ ഇട്ട് വെച്ച മണ്ണാണ് എടുക്കേണ്ടത്. അപ്പോൾ 3 ദിവസത്തിന് മുന്നേ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് സമ്പുഷ്ടയാണ് ചേർത്തുന്നത്. ആ സമ്പുഷ്ടയിൽ മണ്ണിലുള്ള കുമിൾ രോഗങ്ങളെ മാറ്റാനുള്ള ജീവാണു ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് സ്യൂഡോമോണസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 3 ദിവസം കഴിഞ്ഞ് ഈ തൈ നടുന്ന സമയത്ത് സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു കൊടുക്കാം.
അത് ചെടിയുടെ വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഇതിന്റെ ഒരു വാട്ടരോഗവും മാറുന്നതിന് വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് ഈ സ്യൂഡോമോണസ്. അപ്പൊ നമുക്ക് ഇനി സ്യൂഡോമോണസ് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വേണ്ട, ഏകദേശം അളവ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കലക്കി ചെടിയുടെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ഇലയിലെല്ലാം വീഴുമ്പോൾ തന്നെ ഇതിന്റെ ഇലയ്ക്കും നല്ല പോഷക ഗുണങ്ങൾ കിട്ടും. അതേപോലെ മൂട്ടിൽ വരുമ്പോഴത്തേക്ക് വാട്ടർ രോഗവും വരത്തില്ല. ഇതൊരു ക്യാപ്സിക്കത്തിന്റെ ചെടിയാണ്. ഇനി മഴയുള്ള സമയത്ത് ഒരു കണക്കിന് ഇത് നേരിട്ട് കൊണ്ട് വെക്കരുത്. കാരണം ഇതിന്റെ നമ്മൾ ഇത്രയും ഇട്ട ഈ മൂലകങ്ങളും ഇതിന്റെ ഈ ഗുണങ്ങളും വളവും എല്ലാം മഴവെള്ളത്തിലൂടെ ഒലിച്ചു പോകും. അപ്പൊ നല്ല മഴയുള്ള സമയമാണെങ്കിൽ ഇത് ഏതെങ്കിലും ഷെയ്ഡിലാണ് വെക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വെയിലത്ത് വെക്കാം. നല്ല വെയിലത്ത് വെക്കുന്ന ആദ്യത്തെ ഒരാഴ്ച ഇത് നല്ല വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഇതിന്റെ വേര് ഈ മണ്ണുമായിട്ട് മിക്സായി അതിൽ ആ വേര് ഓടുന്ന സമയവും ഇതിന്റെ വളർച്ചയുടെ ഒരു തുടക്ക സമയവുമാണ്. അതുകൊണ്ട് തന്നെ ഈ തുടക്കത്തിൽ, അതായത് നട്ട് ഒരു 10 ദിവസത്തോളം അല്ലെങ്കിൽ ഒരാഴ്ച എങ്കിലും പുതിയ ഇല വരുന്നത് നമുക്ക് കാണാം. അപ്പൊ ആ പുതിയ ഇല വന്നതിന് ശേഷം മാത്രം നല്ല വെയിലത്ത് വെക്കുക. അല്ലാത്ത ദിവസങ്ങളിൽ കിഴക്ക് ഭാഗത്ത് ഉച്ചവരെ നല്ല വെയിൽ കിട്ടും. ആ സമയത്തെ വെയിൽ കിട്ടാൻ വേണ്ടി മാത്രമേ ഇത് വെക്കാവുള്ളൂ. വൈകുന്നേരം വരെയുള്ള വെയിൽ ഈ ചെടിക്ക് താങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഒരു 10 ദിവസത്തോളം നമ്മളൊരു ഉച്ചവരെയുള്ള വെയിൽ കൊള്ളിക്കുക. അതിനുശേഷം ഇതിനെ നമുക്ക് വെക്കാം. ഇനി മറ്റൊരു കാര്യമുണ്ട്, നമ്മളിവിടെ കരിയിലകൾ കൊണ്ടിട്ടിട്ടുണ്ട്. ഈ കരിയിലകൾ കൊണ്ടുവന്ന് ഇത് നട്ട ഉടനെ ഒരു പുത കൊടുക്കണം. കാരണം സൂര്യപ്രകാശം അടിച്ച് ഈ ഇതിലുള്ള മൂലകങ്ങളും സൂക്ഷ്മാണുക്കളും ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ കരിയിലകൾ നമ്മൾ ഇങ്ങനെ വെക്കുന്നത്. വേറെ ഒരു ഗുണമുണ്ട്, ഇതിന് അടുത്ത സെക്ഷൻ മണ്ണിടുമ്പോഴത്തേക്ക് ഈ കരിയില എല്ലാം അടിയിൽ പോകും. അപ്പൊ ഇത് വീണ്ടും അതിനുള്ള വളമായിട്ട് മാറും. അതുകൊണ്ട് കരിയില ഇടുന്നത് വളരെയധികം ഉപയോഗമാണ്. അത് മാത്രമല്ല ജലാംശത്തിനെ പിടിച്ചു നിർത്തും. ഇങ്ങനെയുള്ള പല പല ഗുണങ്ങൾ കരിയില ഇടുന്നത് കൊണ്ടുണ്ട്. മാത്രമല്ല നമ്മൾ തൂത്ത് വൃത്തിയാക്കുന്ന കരിയിലൊക്കെ ഒരു ഉപയോഗമാവും. ഇപ്പൊ നമ്മുടെ ഫില്ലിങ് കറക്റ്റായി. നമ്മുടെ ഗ്രോ ബാഗിലുള്ള കൃഷി പൂർത്തിയായി. ഇത് ഒരു ഗ്രോ ബാഗിൽ ചെയ്തതാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എത്ര ഗ്രോ ബാഗിൽ വേണമെങ്കിലും കൃഷി ചെയ്യാം. ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മുടെ വീഡിയോ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. ഇത് സിറ്റിയിലുള്ളവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ സ്ഥലക്കുറവുള്ളവർക്കും പറ്റിയ ഒരു കൃഷി രീതിയാണ്. ഇത് കാണുന്നതിന് വേണ്ടി തീർച്ചയായും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് കൊടുക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.